എന്താണ് സുരംഗ? നിങ്ങളിൽ എത്ര പേര് സുരംഗ എന്ന വാക്ക് കേട്ടിട്ടുണ്ട്? ഒരുപക്ഷേ നിങ്ങൾ കേരളത്തിൻ്റെ വടക്കൻ ജില്ലയായ കാസർഗോഡ് നിന്നുള്ളവരാണെങ്കിൽ സുരംഗ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, സുരംഗ കണ്ടിട്ടുണ്ടാവും. ഈ പിക്ചറിൽ കാണുന്നത് ഒരു സുരംഗയാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്തുള്ള ഒരു സുരംഗയാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സുരംഗ പോപ്പുലറായി കാണപ്പെടുന്നത് കേരളത്തിൻ്റെ കാസർഗോഡ് ഭാഗത്തും കർണാടകയുടെ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ഭാഗത്തുമാണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന ഭാഗമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് സൗത്ത് കാനറ ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ, സൗത്ത് കാനറ എന്നറിയപ്പെട്ട ആ ഒരു ഭൂപ്രദേശത്താണ് പ്രധാനമായും സുരംഗ കാണപ്പെടുന്നത്. അപ്പം സുരംഗയെ പറ്റിയുള്ള കൺസെപ്റ്റ് വളരെ വളരെ സിമ്പിളാണ്. സാധാരണയായി നമ്മൾ വെള്ളം കിട്ടാനായി ഭൂമിയുടെ മുകളിൽ നിന്ന് താഴേക്ക് കിണറിലൂടെ കുഴിച്ചെത്തുകയും വെള്ളം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വരെ കുഴിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സുരംഗയുടെ കൺസെപ്റ്റ് വളരെ തിരിച്ചാണ്. ഇത് മലയോര ഗ്രാമങ്ങളിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് മലയുടെ ഉള്ളിലേക്ക് തുരക്കുകയും അവിടെയുള്ള ഫ്രിയാറ്റിക് വാട്ടർ കളക്ട് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പം വേനൽക്കാലമായതുകൊണ്ടാണ് ഇതിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ കഴിയാത്തത്. പക്ഷേ സുരംഗയെ പറ്റി ഈ 2015 ശേഷം കുറേയേറെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട എല്ലാ ഡെയിലീസും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ റിപ്പോർട്ടും പറയുന്നത് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡ് എന്നുള്ള രീതിയിലും ഇതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ള മട്ടിലും ഇതിൻ്റെ ഒരു സസ്റ്റൈനബിൾ നേച്ചറും ഒക്കെയാണ് എല്ലാ റിപ്പോർട്ടിലും അവർ പറയുന്നത്. പക്ഷേ ഇതിലൊന്നും കൺസിഡർ ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. കേരളത്തിൽ ഈ ഒരു ഇറിഗേഷൻ കൺസെപ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് എവിടെ നോക്കിയാലും പൊതുവെ കാണാൻ കഴിയില്ല. ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് മലയോര ഗ്രാമങ്ങളിലാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വാട്ടർ മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ്. അറിയാമല്ലോ, കേരളത്തിലെ ഒരു കാലത്ത് നമുക്ക് അബോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ കവുങ്ങും പ്ലാവും മറ്റ് ചെറിയ സസ്യങ്ങളും ചെറിയ ഷർബ്സും എല്ലാം കൂടെ ചേർന്ന് ഒരു തരത്തിലുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡായിരുന്നു നമ്മുടെ മലയോര ഗ്രാമങ്ങളുണ്ടായിരുന്നത്. അതായത് പ്ലാന്റേഷൻ, അതായത് റബ്ബറൊക്കെ വരുന്നതിന് മുമ്പ് അത്തരത്തിലുണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന പ്ലാന്റേഷൻസിനെ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇറിഗേഷൻ മെത്തേഡ് ഉള്ളത്. ഇതിലൊന്നുമില്ല, മലയ്ക്കുള്ളിലേക്ക് തുരക്കുകയും അതിൻ്റെ ഫ്രിയാറ്റിക് വാട്ടർ, മലയുടെ ചരിവിലൂടെ ഒഴുകുന്ന വെള്ളം അകത്തൂടെ ഒഴുകുന്ന ആ ഫ്രിയാറ്റിക് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ എത്തുന്നവിടെ തുരക്കുകയും ആ വെള്ളത്തെ ഒരു ചാനലിലൂടെ ഒരു കുഴിയിലേക്കോ ഒരു കുളത്തിലേക്കോ കളക്ട് ചെയ്ത് പിന്നെ ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയാണ് ഈ സുരംഗ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഈ വേർഡ് തന്നെ, സുരംഗ എന്ന വേർഡ് തന്നെ വരാൻ കാരണം അറിയാലോ, ടണൽ എന്ന അർത്ഥം വരുന്ന തുരങ്കം എന്ന മലയാളം വാക്കിൽ നിന്നാണ് വരുന്നത്. സംസ്കൃതത്തിൽ സുരംഗം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വാക്കായിരിക്കണം എന്ന് വരുന്നു സുരംഗ എന്ന വാക്ക്. മാത്രമല്ല കാസർഗോഡിൽ ഇതിന് മറ്റു പല പേരുകളും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. ആ ലോജിക്ക് നമുക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫിഗറിലൂടെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് നോക്കൂ, ഇത് നമ്മുടെ എവിടെയാണ്, സഹ്യപർവ്വതത്തിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള ഒരു ജിയോളജിക്കൽ സെറ്റിങ്ങും അവിടുത്തെ ഒരു വാട്ടർ അവൈലബിലിറ്റിയും ഒക്കെ ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഡീപ്പ് ലെയറിൽ ബസാൾട്ടിക് ആയിട്ടുള്ള ഒരു പാറയുടെ ഒരു ലെയർ ഉണ്ടാവും. ആ പാറ തുരന്ന് ബോർവെല്ലിലൂടെ നമുക്ക് വെള്ളം എടുക്കാൻ കിട്ടും, ഇഷ്ടം പോലെ വെള്ളം കിട്ടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ കാണിക്കുന്ന റെഡ് ലൈൻ എന്ന് പറയുന്നത് ഫ്രിയാറ്റിക് വാട്ടർ ടേബിളാണ്. അത് ബസാൾട്ടിക് പാറയുടെ ഒരു മുകളിലായിരിക്കും. പക്ഷേ അതിലേക്ക് മിക്കവാറും ഒക്കെ മലയോര പ്രദേശങ്ങളിൽ സാധാരണ കിണർ കുഴിക്കുമ്പോൾ വളരെ ഡീപ്പ് വെള്ളമായിരിക്കണം. കാര്യം അവിടം വരെ തുരന്നെത്തിയാലേ നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിന് മുകളിലായിട്ട് ചില സ്ഥലങ്ങളിൽ ബസാൾട്ടിക് റോക്സിൻ്റെ തന്നെ ചെറിയ ഡെപ്പോസിറ്റ്സ് കാണും. ഈ ഡെപ്പോസിറ്റ്സിൻ്റെ മുകളിൽ ഈ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന വെള്ളം വന്ന് നിരയുകയും അവിടെ ഒരു ചെറിയൊരു അക്യുഫർ ഫോം ചെയ്യുകയും ചെയ്യും. ആ അക്യുഫറിനെയാണ് പെർച്ച്ഡ് അക്യുഫർ എന്ന് പറയുന്നത്. അറിയാമല്ലോ, പെർച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. അപ്പോൾ അത്തരം അക്യുഫറിന് മുകളിലേക്ക് പെട്ടെന്ന് കിണർ കുഴിക്കുന്നവർക്ക് പെട്ടെന്ന് വെള്ളം എത്തുകയും, പക്ഷേ കുറച്ച് ദൂരേക്ക് മാറി കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇത്തരം ഒരു പെർച്ച്ഡ് അക്യുഫറിലേക്ക്
കുഴിക്കുന്നതുകൊണ്ടാണ്. ഈ പെർച്ച്ഡ് അക്വിഫർ ചില സ്ഥലങ്ങളിലേക്ക് സർഫസിനടുത്തേക്ക് തുറക്കുകയും അതൊരു സ്പ്രിങ്ങായിട്ട് ഒഴുകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്രിങ്ങിൻ്റെ പൊസിഷനും ഒക്കെ മനസ്സിലാക്കി, പിന്നെ മാത്രമല്ല ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വെജിറ്റേഷൻസ് ഇവിടെ വളരാൻ സാധ്യതയുണ്ട് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച്. ഈ വെജിറ്റേഷൻ്റെ ഒരു പ്രസൻസും ഈ സ്പ്രിങ്ങിൻ്റെ ഒരു പ്രസൻസും ഒക്കെ നോക്കിയിട്ടാണ് ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ ഈ മലയ്ക്കകത്തേക്ക് തുരക്കുന്നത്. ഇത്തരത്തിൽ തുരന്ന് അകത്തേക്ക് പോവുകയും ഈ പെർച്ച്ഡ് അക്വിഫറിലുണ്ടാകുന്ന വെള്ളത്തെ ടാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ചാനലിലൂടെ കളക്ട് ചെയ്യുകയും പിന്നെ ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു പിന്നിലെ തത്വം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് തുറന്ന് കയറുമ്പോൾ ഒരു ഗാലറി പോലെ ഫോം ചെയ്യും. ഗാലറിയിൽ കളക്ട് ചെയ്യുന്ന വെള്ളത്തെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റിൽ ഇൻഫിൽട്രേഷൻ ഗാലറി കൺസെപ്റ്റ് എന്ന് പറയും. ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാരതീയമായ തച്ചുശാസ്ത്രത്തിലെ പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കിണർ നിർമ്മിതിയെപ്പറ്റി എങ്ങും പ്രതിപാദിക്കുന്നില്ല. കൂപശാസ്ത്രം, തച്ചുശാസ്ത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ പെടുന്ന കൂപശാസ്ത്രങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള നിർമ്മിതിയെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് കേരളത്തിലേക്ക് എത്തിയത് മറ്റെവിടുന്നുമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പൈതൃകം തപ്പിപ്പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ എത്തിപ്പെടുന്നത് ഏൻഷ്യൻ്റ്, ഇപ്പോഴത്തെ ഇറാൻ്റെ ഭാഗമായിട്ടുള്ള ഏൻഷ്യൻ്റ് പേർഷ്യയിലും അറബിക് പെനിൻസുല റീജിയനിലും ഒക്കെ ആയിരിക്കും എത്തിപ്പെടുന്നത്. അവിടെ ഉള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് ഖനറ്റ് സിസ്റ്റം. ഖനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഇൻഫിൽട്രേഷൻ ഗാലറി അപ്രോച്ച് തന്നെയാണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പൊതുവേ എന്താണ് പറയുക, നമ്മുടെ മരുഭൂമിയിൽ നിന്ന് വെള്ളം ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ഇതൊരു മരുഭൂമിയാണ്. അതിനടുത്ത് ഒരു അഗ്രികൾച്ചറൽ ലാൻഡുണ്ട്. ഈ അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് വെള്ളം കിട്ടാനായി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കാണാം, ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു സീരീസ് ഓഫ് കിണറുകൾ കുഴിക്കും. കിണറുകൾ നല്ല ഡീപ്പിൽ കുഴിക്കുകയും ഈ കിണറുകൾ തമ്മിൽ ഒരു അടിയിലൂടെ ഒരു തുരങ്കത്തിലൂടെ ബന്ധിപ്പിടിക്കുകയും ഈ തുരങ്കത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ ഈ ഇറിഗേറ്റ് ചെയ്യേണ്ട ഈ ലാൻഡിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തുറക്കപ്പെടുകയും ആ വെള്ളം അതിന് ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ കഴിയും. ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. നോക്കൂ, ഈ പിക്ചറിൽ കണ്ടില്ലേ, മുകളിൽ നിന്ന് ആ ഒരു മരുഭൂമിക്ക് ഒരു സ്ലോപ്പി ആയിട്ടുള്ള മരുഭൂമി ആയിരിക്കണം. മുകളിൽ നിന്ന് ഇങ്ങനെ തുരന്ന് താഴെ ഒരു ഫ്രീയാറ്റിക് വാട്ടർ ടേബിൾ വരെ തുറക്കുകയും അതിനുശേഷം പല കിണറുകൾ ഇതേപോലെ തുറക്കുകയും അതിനുശേഷം അതിനെ ഒരു ടണൽ വഴി ബന്ധിപ്പിക്കുകയും ഈ ടണലിലൂടെ ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും. ഇതും ഒരു ഗാലറി അപ്രോച്ച് തന്നെയാണ്, ഇൻഫിൽട്രേഷൻ ഗാലറി അപ്രോച്ച് തന്നെയാണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ സുരംഗയിലുമുള്ളത്. പക്ഷേ ഈ ഏൻഷ്യൻ പേർഷ്യയിലുള്ള ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം എന്തുമാത്രം ടൈം കൺസ്യൂമിങ്ങും എഫേർട്ടും ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് ഈ ഖനറ്റ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. സുരംഗയിലും അത് തന്നെയാണ്. സുരംഗം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഹിസ്റ്ററിയെ പറ്റി നോക്കാം. പല മൈൽ സ്റ്റോണുകൾ നോക്കാം. കേരളത്തിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് 7th സെഞ്ച്വറിയിൽ തന്നെ തുടങ്ങാം. 7th സെഞ്ച്വറി തുടങ്ങാൻ കാരണം ആക്ച്വലി ഈ ഖനറ്റ് സിസ്റ്റം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്ന് പറയുന്നു. അർമേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായതാണെന്നും പിന്നീട് ഒരു 6th സെഞ്ച്വറി 7th സെഞ്ച്വറി സമയത്ത് ഈ പേർഷ്യയിൽ സ്പ്രെഡ് ആയതാണെന്നും പറയുന്നു. പക്ഷേ നമുക്ക് 7th സെഞ്ച്വറി തൊട്ട് തുടങ്ങാം. കാര്യം 7th സെഞ്ച്വറി സമയമാണല്ലോ ക്രിയേഷൻ ഓഫ് ഇസ്ലാം. പിന്നെ നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കലി പറയുന്നുണ്ട്, നമ്മൾ മലബാർ കോസ്റ്റുമായി ട്രേഡ് ബന്ധങ്ങളുണ്ടായിരുന്നു അറേബ്യൻ രാജ്യങ്ങളുമായിട്ട്. എങ്കിലും 7th സെഞ്ച്വറിയിൽ വളരെ കൂടുതലായിരുന്നു. അറബിക് എക്സ്പേർട്സും ട്രേഡേഴ്സും ഒക്കെ മലബാർ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള എവിഡൻസസ് നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു കൺസെപ്റ്റുള്ള അറിയുന്ന ആളുകൾ കേരളത്തിൻ്റെ മലബാർ റീജിയനിലേക്ക് എത്തപ്പെട്ടതായിട്ട് നമുക്ക് അനുമാനിക്കാം. പിന്നെ മറ്റൊരു മൈൽ സ്റ്റോൺ ഇതൊക്കെ ആണെങ്കിലും 7th സെഞ്ച്വറി തൊട്ട് ഉണ്ടെങ്കിലും ഇതൊന്നും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു മൈൽ സ്റ്റോൺ ഈ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1799 ബ്രിട്ടീഷുകാർ ഈ ഒരു കാനറ എന്ന് പറഞ്ഞ റീജിയൻ, അതായത് നമ്മുടെ കാസർഗോഡും ദക്ഷിണ കന്നഡയും വരുന്ന റീജിയൻ അക്വയർ ചെയ്യുന്നത് 1799 എങ്കിലും ആ ഒരു 18th സെഞ്ച്വറിയിലെ ഒരു ഡോക്യുമെൻറ്റിലും ഈ സുരംഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി ആരും പ്രതിപാദിക്കുന്നില്ല.
അതും ഒരു പക്ഷേ അന്നത്തെ ടെക്സ്റ്റുകളിലൊന്നും അഗ്രികൾച്ചറിന് വളരെ ഫോക്കസ് ഉണ്ടായിരിക്കുന്നില്ലായിരിക്കും. അതായിരിക്കും കാരണം. പിന്നെ മറ്റൊരു മൈൽസ്റ്റോൺ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഫ്രാൻസിസ് ബുക്കാനനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് ബുക്കാനൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടറായിരുന്നെങ്കിലും പുള്ളി ചെയ്തിരുന്ന വർക്കുകൾ മിക്കവാറും സർവേ ഒക്കെ ആയിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് എന്തെല്ലാം ധാതു ലവണങ്ങളുണ്ട്, എന്തെങ്ങനെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ്, അങ്ങനെ ഉള്ള വർക്കുകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആൾ നമ്മുടെ മലബാർ റീജിയനിൽ വരികയും പുള്ളിയുടെ പുസ്തകങ്ങളിലാണ് ആദ്യമായി ലാറ്ററൈറ്റ് എന്ന സോയിലിനെ പറ്റി എഴുതിയും അതിൻ്റെ ഒരു ഹൈഡ്രോളജിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയൊക്കെ ഉള്ളതും. പക്ഷേ ഇതിലും ഇത്തരത്തിലുള്ള ഇറിഗേഷൻ മെത്തേഡിനെ പറ്റി ഒന്നും ഇത്തരം ബുക്കുകളിലും ഇതൊന്നും പ്രതിപാദിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇത് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഒരുപക്ഷെ ഉണ്ടായിരുന്നിട്ടും അത് രേഖപ്പെടുത്താതെ പോയി എന്ന് തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിൽ ഈ മനില എന്ന് പറയുന്ന ഏരിയയും ഈ സൗത്ത് കാനറ എന്ന് പറയുന്ന സ്ഥലങ്ങളുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു കൺസെപ്റ്റിനെ പറ്റി എങ്ങും പ്രതിപാദിക്കുന്നില്ല. പിന്നീടുള്ളൊരു സോഷ്യോ കൾച്ചറൽ ചേഞ്ച് നമ്മുടെ റീജിയനിൽ ഉണ്ടായത് മദ്രാസ് ഫോറസ്റ്റ് ആക്ട് വന്നു. അത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് 1882. ആ ആക്ട് വന്നപ്പോഴാണ് ആദ്യമായി റിസർവ് ഫോറസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ഓൾറെഡി വനത്തെ ഉപയോഗിച്ച് വനത്തിൽ അതിജീവനം നടത്തിയ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരികയും അവർ അഗ്രികൾച്ചറിലേക്ക് തിരിയുകയും ചെയ്തു, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ. ആ ഒരു കാരണം കൊണ്ടായിരിക്കണം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു സ്ലൈഡിൽ. ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം അവർ ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ഇതൊന്നും രേഖപ്പെടുത്തിയ പുസ്തകങ്ങളോ ഒന്നുമില്ല. ഇത് സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1887 നമ്മുടെ വില്യം ലോഗൻ എന്ന് പറഞ്ഞ പുള്ളി മലബാറിനെ പറ്റി വളരെ വിശദമായി 2 വോളിയമുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ മലബാറിലുള്ള സ്പ്രിങ്ങുകളെ പറ്റിയും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്നെങ്കിലും അവിടുത്തെ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പുസ്തകങ്ങളിലും ഒന്നും സുരംഗയെ പറ്റി പ്രതിപാദിക്കുന്നില്ല. എന്നതും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് നമ്മുടെ ഇമ്പീരിയൽ ഗസറ്റർ ഓഫ് ഇന്ത്യ 1908 ആ സമയത്ത് പബ്ലിഷ് ചെയ്ത് അതിലും കുറേയേറെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്നും രേഖപ്പെടുത്താത്തൊരു കാര്യമാണ് സുരംഗ. അപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇത് ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നോ അതോ ഉണ്ടായിരുന്നിട്ടും ആരും അത് ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമാണോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അതായത് വരൾച്ച ഉണ്ടായ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. 1876 1878 1899 ഈ വർഷങ്ങളിലൊക്കെ വളരെ ഡ്രൗട്ടായിട്ടുള്ള വർഷങ്ങളായിരുന്നു, അതായത് വരൾച്ചയുള്ള വർഷങ്ങളായിരുന്നു. ഈ വർഷങ്ങളിൽ ഒരുപക്ഷെ ഇറിഗേഷന് വേണ്ടി ഇവർ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നും ഇതിനു വേണ്ടി ലേബേഴ്സിനെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഉണ്ടാവുമെന്നും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ സുരംഗയെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പഴയ സുരംഗ നിലനിൽക്കുന്ന പഡ്രെ, ബയാർ, മനില എന്ന് പറയുന്ന വില്ലേജസിൽ ഇതും രേഖപ്പെടുത്തിയ ചരിത്രങ്ങളൊന്നുമല്ല, വാമൊഴിയിലൂടെ കേട്ടത്. അതുണ്ടാക്കിയ ഏകദേശം 1860 പീരീഡിലായിരിക്കാം എന്നാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരുടെ വാമൊഴിയിൽ നിന്നുള്ള അറിവ്. അതായത് എങ്കിലും അവർ പറയുന്നത് അത് പോപ്പുലറൈസ് ആയിട്ടുള്ളത് ഒരു 100 തൊട്ട് 120 ഇയേഴ്സിന് മുമ്പായിരിക്കണം, അത് 3 to 4 ജനറേഷൻ മുമ്പായിരിക്കണം ഈ ഭാഗങ്ങളിൽ പോപ്പുലറൈസ് ആയിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഇതിലും രേഖപ്പെടുത്തിയ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനില ഈ റീജിയനിലും ഈ സുരംഗ ഉള്ള റീജിയൻ കന്നഡ ബ്രാഹ്മിൻസ് തിങ്ങി പാർക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗങ്ങളിലാണ് സുരംഗ വളരെ പോപ്പുലറായി എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു റീജിയൻ്റെ സോഷ്യോ കൾച്ചറൽ ഡൈനാമിക്സിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. അതായത് ഒന്നുകിൽ അഗ്രികൾച്ചർ ലേബേഴ്സിലൂടെ ആയാലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഈ നോളജ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും.
പിന്നീട് ഉള്ളൊരു മറ്റൊരു മൈൽ സ്റ്റോൺ 1940s 1950s ടൈമിലും, അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ ടൈമിൽ ഒരു പോസിബിൾ ഇൻവേഷൻ, ജപ്പാൻ്റെ ഒരു പോസിബിൾ ഇൻവേഷൻ്റെ പറ്റിയുള്ള ഭയം ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോക്കൊക്കെ തീരുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഇന്ത്യ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ തുടങ്ങി. അതിൻ്റെ ഒരു അലയൊലികൾ കേരളത്തിലും എത്തിയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കണം ഫാമേഴ്സ് വളരെ കൂടുതലായിട്ട് ഇൻറ്റൻസീവായിട്ട് അഗ്രികൾച്ചർ തുടങ്ങിയും ഇത്തരത്തിലുള്ള എങ്ങനെയെങ്കിലും ഒക്കെ ഒരു വെള്ളം എത്തിക്കാനുള്ള മാർഗത്തിന് ഭാഗമായിട്ട് സുരംഗകൾ കൂടുതൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതാണ് ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇതിലുണ്ടാക്കിയിരിക്കാമെന്ന് നമുക്ക് കരുതാം. കാര്യം ഇത്രയൊക്കെ ആണെങ്കിലും ഇതിനെപ്പറ്റിയുള്ളൊരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് ആദ്യമായി പുറത്തു വന്നത് 2002 അത് നമ്മുടെ കോഴിക്കോടുള്ള CWRDMൻ്റെ ഒരു റിപ്പോർട്ടാണ് സുരംഗയെപ്പറ്റി ആധികാരികമായി എന്തെങ്കിലും പറയുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള ഹിസ്റ്ററിയോ അതിൻ്റെ സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റോ ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. വളരെ റീസെൻ്റായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയറിൽ നിന്ന് കുറച്ച് റിസർച്ചേഴ്സ് സുരംഗയെപ്പറ്റി പഠിക്കുകയും അവരുടെ പലതരത്തിലുള്ള കൊളോണിയൽ ആർക്കൈവ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ എടുത്തതിന് ശേഷം ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് അവർ പറയുന്നത് സുരംഗ ഫോം ചെയ്തത് ഏകദേശം ഈ 20th century തന്നെ, ഏർലി 20th century തന്നെ ആയിരിക്കും. അതായത് 1900 to 1940 ടൈമിൽ എപ്പോഴും ആയിരിക്കണം അതിൻ്റെ ജെനിസിസ് ഉണ്ടായതെന്നും അത് ഒരു 1-2 ജനറേഷൻ മുമ്പ് മാത്രം ഉണ്ടായ ഒന്നാണെന്നും അവർ കണക്കാക്കുന്നു. കാര്യം എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ അഗ്രികൾച്ചറൽ സ്റ്റാറ്റസും നമ്മുടെ സോഷ്യോ എക്കണോമിക് ആൾക്കാർ അഗ്രികൾച്ചറിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം സുരംഗയുടെ ഒരു പുഷ്കരകാലം കഴിഞ്ഞുവെന്നും ഇപ്പം അത് ഉണ്ടാക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ആ ഒരു എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബേഴ്സിൻ്റെയൊക്കെ കുറവുള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സുരംഗ പൊതുവെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ടോക്കിന് വേണ്ടി സെലക്ട് ചെയ്ത റെഫറൻസസ്. നിങ്ങൾക്ക് സുരംഗയുടെ ഹിസ്റ്ററി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സുരംഗയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റായി ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.